മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നലെയാണ് വന്നത്. എല്ലാ പ്രതികൾക്കും 20 വർഷം തടവാണ് കോടതി വിധിച്ചത്. പൾസർ സുനിക്ക് IT ആക്ട് പ്രകാരം 3 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. കേസിൽ 1 മുതൽ 6 വരെ പ്രതികളായ NS സുനിൽ എന്ന പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജേഷ്, H സലീം, പ്രദീപ് എന്നിവരാണ് കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. കേസിൽ പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിക്കണമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. അതുപോലെ പ്രതികൾ ഓരോരുത്തരിൽ നിന്നും 50,000 രൂപ വീതം പിഴ ഈടാക്കണമെന്നും അതിൽ 5 ലക്ഷം അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 4:40 6 പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. പൂജപ്പുര ജയിലിലായിരുന്ന പ്രതികളെ രാവിലെ 11:30 കോടതിയിലെത്തിച്ചത്. അതേസമയം പ്രതികൾ കുടുംബ പശ്ചാത്തലം വിവരിച്ച് കോടതിയുടെ അനുകമ്പ നേടാനുള്ള ശ്രമത്തിലായിരുന്നു. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയുടെ സംരക്ഷണ ചുമതല തനിക്കാണെന്നാണ് 1-ാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ കോടതിയെ അറിയിച്ചത്. ഭാവഭേദമൊന്നുമില്ലാതെയാണ് സുനിൽകുമാർ കോടതിയോട് സംസാരിച്ചത്. ഇതിനിടെ 2-ാം പ്രതി മാർട്ടിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ നിന്നത്. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാർട്ടിൻ ആവർത്തിച്ചു. താൻ നിരപരാധിയാണെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നുവെന്നുമാണ് 2-ാം പ്രതി ഡ്രൈവർ മാർട്ടിന്റെ വാദം. കേസിൽ ആദ്യം അറസ്റ്റിലായത് ഡ്രൈവർ മാർട്ടിനാണ്. പിന്നാലെ 3-ാം പ്രതി മണികണ്ഠനും സമാന രീതിയിൽ കോടതിയിൽ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ചു. ഭാര്യ, മകളും മകനുമുണ്ടെന്നും തന്നോടും കുടുംബത്തോടും അലിവ് കാണിക്കണമെന്നും മണികണ്ഠൻ കോടതി അറിയിച്ചു. കുടുംബ പശ്ചാത്തലം പറഞ്ഞ് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് 4-ാം പ്രതി വിജേഷ് കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. താൻ തലശ്ശേരി സ്വദേശിയാണെന്നും തന്നെ കണ്ണൂർ ജയിലിൽ ഇടണമെന്നുമുള്ള ഒരാവശ്യം കൂടി വിജേഷ് കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. അതേസമയം കേസിലെ 5-ാം പ്രതി വടിവാൾ സലീമും പറഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ്. ഭാര്യ, 3 വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ടെന്നും പ്രതി കോടതിയെ അറിയിച്ചു. 6-ാം പ്രതി പ്രദീപും കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ സംസാരിച്ചത്. പ്രതികളോട് സംസാരിച്ചതിനു ശേഷം പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഗൂഢാലോചന തെളിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി പറഞ്ഞു. യഥാർത്ഥ കുറ്റവാളി പൾസർ സുനിയാണ്. മറ്റുള്ളവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്നും കോടതി നിരീക്ഷിച്ചു. 6 പ്രതികളിൽ 1-ാം പ്രതിയായ പൾസർ സുനിയാണ് ആദ്യം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. അതേസമയം 6-ാം പ്രതിയായ പ്രദീപ് അവസാനമായിരിക്കും പുറത്തിറങ്ങുക. വിചാരണ തടവുകാരായി പ്രതികൾ ജയിലിൽ കഴിഞ്ഞ കാലയളവ് ശിക്ഷാവിധിയിൽ നിന്ന് ഇളവ് ചെയ്തിട്ടുണ്ട്. പൾസർ സുനി 7.5 വർഷത്തോളം വിചാരണ തടവിൽ കഴിഞ്ഞതിനാൽ 20 വർഷം കഠിന തടവിൽ, ഇനി 13 വർഷം ജയിലിൽ കഴിഞ്ഞാൽ മതിയാവും. 2-ാം പ്രതി മാർട്ടിൻ ആന്റണിയും 7 വർഷത്തോളം വിചാരണ തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇയാൾക്കും 13 വർഷം തടവിൽ കഴിഞ്ഞാൽ മതി. ഈ 2 പേർക്കും 2039 ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവും. 4-ാം പ്രതിയായ കണ്ണൂർ കതിരൂർ സ്വദേശി VP വിജേഷ് 2 വർഷമായി വിചാരണ തടവിൽ കഴിയുന്നതിനാൽ 18 വർഷം കൂടി ശിക്ഷ അനുഭവിക്കേണ്ടതായുണ്ട്. 5-ാം പ്രതിയായ എറണാകുളം കുന്നംപുറം സ്വദേശി H സലീം എന്ന വടിവാൾ സലീമും 2 വർഷം വിചാരണ തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. 20 വർഷം ശിക്ഷ വിധിച്ച ഇയാൾക്ക് അവശേഷിക്കുന്ന 18 വർഷം കൂടി തടവിൽ കഴിഞ്ഞാൽ മതി. 6-ാം പ്രതിയായ തിരുവല്ല പെരിങ്ങര സ്വദേശി പ്രദീപിനും 20 വർഷം കഠിന തടവാണ് വിധിച്ചത്. ഇയാൾക്ക് 2 വർഷം വിചാരണ തടവിൽ കഴിഞ്ഞതിനാൽ ഇനി 18 വർഷം കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷ തീർത്തും അപര്യാപ്തമാണെന്ന അഭിപ്രായം നിയമവിദഗ്ധർ പ്രകടിപ്പിക്കുന്നുണ്ട്. കുറ്റകൃത്യത്തെ കൂട്ടുബലാത്സംഗം മാത്രമായി കണക്കാക്കിയാൽ പോരെന്നും കൃത്യത്തിന് ശേഷം പ്രതി അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി കൊണ്ടുപോയി എന്നത് ഗൗരവമായി പരിഗണിക്കേണ്ടതായിരുന്നുവെന്നാണ് കോടതിക്ക് പുറത്തുയരുന്ന വാദങ്ങൾ. അതേസമയം വിധി പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ ശിക്ഷ കുറഞ്ഞു എന്നതടക്കം കാര്യങ്ങൾക്ക് പിന്നിലെ കാരണം വ്യക്തമാക്കുകയുള്ളൂ.